കൈവറി. നമ്മളിപ്പോ ആരുടെ മുറിയിലാ? നമ്മളിതിപ്പോ ആരുടെ മുറിയിലാന്ന്? അതിന് ഞാൻ ഒച്ചുണ്ടാക്കിയാലും ആരും കേൾക്കാൻ പോകുന്നില്ല. എന്നെ നിനക്ക് മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ. അതെ, എന്നെ മോചിപ്പിച്ചവർക്ക് എന്നെ കാണാനും കേൾക്കാനും കഴിയും. പിന്നെന്തിനാ സംസാരിക്കണേ? മര്യാദക്ക് സംസാരിച്ചാ പോരെ? ബുദ്ധിയില്ല, ബോധമില്ല. അല്ല, എന്നാലും ഇത് ആരുടെ മുറിയാ? അനുശ്രീയുടെ മുറിയാണോ? റാണി അനുശ്രീ എങ്ങനെ അറിയും? അവളും ആ മേശപ്പുറത്ത് എഴുതി വെച്ച കത്ത് ഞാൻ വായിച്ചായിരുന്നു. ആണല്ലേ? ആ കത്താണ് നീ കൊടുക്കാൻ പോകുന്നെങ്കിൽ നിന്റെ പ്രണയം വിജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. റാണി കൂടി ഇങ്ങനെ പറയല്ലേ? നെഗറ്റീവ് കേട്ട് മാറ്റിയ 19ാമത്തെ കത്ത ഇത്. അല്ല, എന്നിട്ട് അവളെവിടെ? അവള് കുളിക്കാൻ കയറാന്ന് തോന്നുന്നു. പാവം. അല്ല, പക്ഷെ ഈ സമയത്ത് അവൾ നമ്മളെ കണ്ട പേടിക്കില്ലേ? ഏയ്, അവള് നമ്മളെ കാണില്ലല്ലോ. അതിന് ഞാൻ മാത്രം അദൃശ്യ, നീ അങ്ങനെയല്ല. അവൾക്ക് ഞാൻ റാണി മാത്രല്ല, എല്ലാവരും അദൃശ്യ. എന്ന് വെച്ചാ 2 കണ്ണും കണ്ടൂടാ, അത്രേ ഉള്ളൂ. ഇരിക്കുന്നതാണ് അനു, എൻ്റെ അനുശ്രീ. ഈ ഫോട്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ആ ഫോട്ടോ എടുത്ത എൻ്റെ അച്ഛനാ. ഇതെന്നടാ പെട്ടെന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചേ? വെറുതെ ഒന്ന് തോന്നി. നല്ലതാ. കൊല്ലങ്ങൾ കഴിയുമ്പോഴേ നമ്മുടെ കുടുംബത്തെ കാണാൻ തോന്നിയ കണ്ണടച്ച് സമയം കളയണ്ടല്ലോ, ചുമ്മാ ആ ചുമരിലേക്കൊന്ന് നോക്കിയാ പോരെ. മോളെ, അങ്കിള് പറയുമ്പോ ഇങ്ങോട്ടൊന്ന് നോക്കണേ. നല്ല ഉടുപ്പാണല്ലോ ഇട്ടേക്കുന്നേ. എനിക്ക് വെള്ള ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? കളറൊക്കെ അറിയാവോ? അത് പിന്നെ ഏത് ഉടുപ്പെടുത്താലും ഇന്ന കളറാന്ന് പറഞ്ഞാൽ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കളർ അറിയാം. അന്ന് അച്ഛൻ്റെ കൂടെ കുട്ടിയായിട്ട് ഞാനുണ്ടായിരുന്നു. വിജയ, നിന്റെ മോനല്ലേ നിക്കുന്നേ? മോനെ, ഇവിടെ വന്നേ. എന്താ പേര്? അഭിഷേക്. കലക്കം പേരാണല്ലോ. എത്രയല്ല പഠിക്കണേ? അവനിപ്പോ 5ല്. ഇന്ന് സ്കൂൾ അവധിയല്ലേ, അതുകൊണ്ട് വിളിച്ചോണ്ട് വന്നാ. വെള്ളയാണോ? അല്ല, മഞ്ഞയാ. അന്ന് ആദ്യമായിട്ട് ഞാൻ അനുവിനെ കണ്ടത്. ഞാൻ നോ മൈസൂർ മഹാരാജാവ്. അബി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? മനസ്സിലായല്ലേ? മനസ്സിലായി. അബി, ചോദിച്ചതിന് മറുപടി പറ. നീ എന്താ ഈ സമയത്ത് ഇവിടെ? അല്ല, നീ എങ്ങനെ എന്റെ മുറി കയറി? അല്ല, ഞാൻ ഇങ്ങനെ പോയപ്പോഴേ നിന്നെ ഒന്ന് കാണാൻ കരുതി. ഫുഡ് കഴിച്ചു നീ? തമാശയല്ല അബി, നീ കാര്യം പറ. നീ ഒച്ച വെക്കല്ലേ. ഞാനൊരു റാണി. റാണിയോ? റാണിയല്ല. പിന്നെ നീ പതരാതെ സത്യം പറ അബി. റാണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് മാജിക്. ഞാനവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടേ 6 മാസത്തെ. അപ്പൊ അതിന്റെ
പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് വന്നതാ. എന്ത്? ആവശ്യമുള്ളപ്പോ നല്ല കള്ളവും വൈകില്ല. മോളെ കുളി കഴിഞ്ഞോ? ആ അമ്മ. കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരട്ടെ? ആ ഞാൻ അങ്ങോട്ട് വന്നോളാം. എടാ നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. ശബ്ദം ഉണ്ടാക്കല്ലേ. ഇല്ല റാണി. നമ്മൾ ശരിക്കും എന്തിനാ ഇവിടെ വന്നേ? ആ കത്ത് കൊടുക്കാനോ? പക്ഷെ അവൾക്കത് വായിക്കാൻ പറ്റില്ലല്ലോ. കണ്ണ് കണ്ടുകൂടാത്ത കുട്ടിക്ക് നീ അല്ലാതെ വേറെ ആരെങ്കിലും കത്ത് എഴുതുവോ? അതിന് നമ്മളൊന്ന് കത്ത് കൊടുക്കാനല്ലോ, വേറെ സാധനമുണ്ട്. പിന്നെ കത്ത് എന്താന്ന് വെച്ചാലേ എനിക്ക് പറയാനുള്ളത് മറന്നു. അപ്പോൾ നോക്കി വായിക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതുക. വേറെന്ത് സാധനം? അതൊക്കെ സർപ്രൈസ്. ആകെ പാടിന് കുറച്ച് സമയം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വരത്തിന്റെ സമയം കഴിയും, നീ തിരിച്ച് റൂമിലെത്തുകയും ചെയ്യും. ഓ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊടുക്കാതെ കൊടുത്തിട്ട് വേഗം പോവാം. ഓക്കെ. ഇവിടെ പോയി സമയം പോവാണല്ലോ. എടാ അബി, നീ ഇതാരോടെ സംസാരിക്കുന്നേ? സംസാരിച്ചതല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചതല്ലേ. ഇത്ര ഉച്ചത്തിലോ? അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ, അത് അത് ഒരു സാധനം തരാൻ വന്ന. എടാ അബി, നിനക്കിത് എന്തു പറ്റി? ഇതുവരെ ഇല്ലാത്ത പെരുമാറ്റാണല്ലോ. എന്ത് സാധനമാണെങ്കിലും നാളെ തന്നാ പോരായിരുന്നില്ലേ? ഇതിപ്പോ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? ആരും കാണാനൊന്നും പോകുന്നില്ല. ആട്ടെ, എന്ത് സാധനം നീ എനിക്ക് കൊണ്ടുവന്നേ? എന്താ ഇത്? നീ തുറന്നു നോക്ക്, നല്ല അറിയാൻ പറ്റുള്ളൂ. എടാ ഇത് എന്താന്ന് മനസ്സിലായോ? ഇല്ല. എടി ഇതൊരു ഓഡിയോ റെക്കോർഡറാ. ഞാൻ കോളേജിൽ നിന്ന് ടൂർ പോകുന്നാലും പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? ആ ഓർമ്മയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? ആ ടൂറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ആ പോയ വഴിയില്ലേ കണ്ട കാഴ്ചകളും കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായി. അതൊക്കെ ഒരു ഓഡിയോ നോട്ട്സ് ആക്കി ഇതിൽ സേവ് വെച്ചിട്ടുണ്ട്. ആ സൈഡിലെ ബട്ടൺ അല്ലേ, അതിൽ പ്രസ് ചെയ്ത് ഓൺ ആക്കിട്ടെ ചെവിയോട് ചേർത്ത് നീ ഒന്ന് കേട്ടു നോക്കി.